ചെരൈമൂത്താഹ്മദ നബി ബൈത്തിലിരിந்த பின் ചിറപെട്ടോർകളെയും കൊണ്ടരികോരത്തി പാരിദാ പൂവി ത്വയ്ബ പൂകിന്തെല്ലാം ഹബീബുല്ലാ ഫളുറ്റേ തിരുമുമ്പിൽ അണന്തേ പിന്നാ ബിരിദം സുറൂറാലും ഫർഹാലും ഉലകറുകൾ വിണ്ടേറ്റം പെരിയോനി പുകഴ്ந்தாറെല്ലാം കാരുണ്യം തികന്തവർ തഖിയുല്ലാ വിളിത്തപ്പോൾ കരുത്തുറ്റേ ആരികേൽ വിചാരം ചെയ്താർ. അതെ, ഖുറൈശി പ്രമാണികളും മക്ക മുശ്രിക്കുകളുമായ അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ് അടക്കമുള്ള 70ഓളം ആളുകൾ ബദറിൽ വധിക്കപ്പെടുകയുണ്ടായി. ബദർ യുദ്ധം കഴിഞ്ഞ് നബിയും സഹാബത്തും മദീനയിൽ തിരിച്ചെത്തുകയാണ്. ഈ സമയം ബദറിൽ തടവിൽ പിടിക്കപ്പെട്ട മക്ക കുഫാറുകളുമായി സഹാബത്ത് ഇലാ ഹദറത്ത് റസൂലില്ലാ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദറത്തിലെത്തിയെന്ന് മാത്രമല്ല, ഈ സമയം നബിതങ്ങൾ സഹാബത്തിനെ വിളിച്ചു പറയുകയാണ്, സഹാബ, എന്താണ് ഇവരെ ചെയ്യേണ്ടത്? ഈ തടവിൽ പിടിച്ച 70 ആളുകളെ എന്താണ് ചെയ്യേണ്ടത് എന്ന് സഹാബത്തിനോട് അള്ളാഹിൻ്റെ റസൂൽ അഭിപ്രായം ചോദിച്ചപ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, തിജമായിട്ടമൈകളിൽ മാഊത്തോളം അവർ മാറ്റം നിലയാലേ ബാരുകായം നുറപ്പും വാങ്ങി ഉറപ്പുകൾ മോളിപ്പിത്ത് ഫിദിയാദും എടുത്തിട്ട് ഓരോരോ തെരെ വിട്ടിൻ ഗയക്കാമിപ്പോൾ. അങ്ങനെ പ്രതിസന്ധി വേളയിലും അല്ലാത്തപ്പോഴും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങും തണലായി മാറിയ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല എഴുന്നേറ്റ് നബിയോട് പറയാണ്, നബിയെ, എൻ്റെ അഭിപ്രായം യുദ്ധത്തിന് വന്നത് തെറ്റായിപ്പോയി. ഇനി മേലിൽ നമ്മോട് യുദ്ധത്തിന് വരില്ല എന്ന് ഉറപ്പ് വാങ്ങി ചെയ്ത തെറ്റിന് ഫിദിയ, പാട്ടം, നികുതി വാങ്ങിക്കൊണ്ട് അവരെ വിടാം എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ, സർവോരും നാമുക്കുള്ള കാറാബത്താം അശീറല്ലോ സലാമത്തിൽ മടങ്ങാനും ഇടമുണ്ടല്ലോ. മാത്രമല്ല മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു, ഇവരെല്ലാം നമ്മുടെ അടുത്തടുത്ത ബന്ധുക്കളും കുടുംബക്കാരുമാണ്. അള്ളാഹു ഹിദായത്ത് കൊടുക്കുകയാണെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അത് നമുക്ക് തന്നെയല്ലേ നബിയെ ലാഭം. അതിനാൽ അവരെ ഫിദിയ വാങ്ങി, നികുതി വാങ്ങി, യുദ്ധത്തിന് വന്നതിനൊരു ഫിദിയ വാങ്ങി വിട്ടയക്കുകയാണ് നല്ലത് എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അഭിപ്രായം പറഞ്ഞപ്പോൾ മറ്റൊരു സഹാബി എഴുന്നേറ്റുന്ന അഭിപ്രായം പറയുകയാണ്. ആരായിരുന്നു സഹാബി എന്ന് മോയിൻകുട്ടി വീദർ തന്നെ വിവരിക്കട്ടെ അടുത്ത ഇരടികളിലൂടെ. ഞെരികാണി ബിടുകാത്തോർ വലി ഫാറൂഖി ശംബുന്ന് നിധമായെന്ന് മൊളി കേൾപ്പീൻ ഹബീബുല്ലാവേ. അറുത്തൊണ്ടും ഒഴിയാതെ കൂലത്തേണം മാതും എന്താം അവരെല്ലാം കവാഫിറിൻ അപ്പോൾ മറ്റൊരു സഹാബി ആരാണത്? ഒരു കാലത്ത് മക്ക മണലാരുണ്യത്തെ കിടിലം കൊള്ളിച്ച രണ്ടാലൊരു ഉമറിനെ കൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ എന്ന് അള്ളാഹിൻ്റെ റസൂൽ ദുആ ചെയ്ത മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബിയെ, ഇവരെ ഓരോരുത്തരെയും ഒറ്റൊന്നിനും ബാക്കി വെക്കാതെ എല്ലാവരെയും ശരിയാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഒക്കെ കളവാക്കിയവരാണിവർ. അതുകൊണ്ട് മാത്രമല്ല തങ്ങളെ പിറന്ന നാട്ടിൽ സ്വൈരമായി ജീവിക്കാൻ അനുവദിക്കാത്തവരാണിവർ. അതുകൊണ്ട് ഇവരെ വെറുതെ വിടാൻ പാടില്ല, ഇവർ പരസ്പരം തമ്മിൽ കൊല ചെയ്യിപ്പിക്കണം എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അഭിപ്രായം പറഞ്ഞ സമയം മറ്റൊരു സഹാബി
അഭിപ്രായം പറയുകയാണ്. ഇത് കേട്ടപ്പോൾ മഹാനായ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ, എൻ്റെ അഭിപ്രായം ഇവരെയൊക്കെ വിറക് കെട്ടുകൾ അട്ടിയായി വെച്ച് അതിൻ്റെ മുകളിൽ ഇവരെ കിടത്തി ചുട്ടുകരിക്കണം എന്നാണ് എന്ന് പറഞ്ഞു. ഈ സമയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരുടെ അഭിപ്രായമാണ് എടുക്കുന്നത്? 3 സഹാബത്ത് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആരുടെ അഭിപ്രായമാണ് എടുക്കുന്നത്? മഹാകോയി മൊയ്ൻകുട്ടി വേദിയിൽ പറയുകയാണ്. പുകള് പേറ്റാവർ നബിയുള്ളാൻ പൊലിവർ സിദ്ധി കുരയെടുത്താർ സകലോരിന്നും ഫിദിയത്തിന തരം പോലെടൂ തയത്ത് നൈനാറ്. അങ്ങനെ അള്ളാഹിൻ്റെ റസൂല് 3 അഭിപ്രായം കേട്ടിട്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായമാണ് കേട്ടത്. കാരണം അള്ളാഹിൻ്റെ റസൂല് കാരുണ്യത്തിൻ്റെ കടലാണല്ലോ. കാരുണ്യത്തിൻ്റെ കടലായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിദ്ദീഖിൻ്റെ അഭിപ്രായം ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ യുദ്ധത്തിന് വന്നത് തെറ്റായിപ്പോയി. ആ വന്നതിന് എന്തെങ്കിലും ഒരു ഫിദിയ നികുതി വാങ്ങി അവരെ തിരിച്ചു വിടാം, അവരെ പറഞ്ഞയക്കാം എന്നാണ് എൻ്റെ അഭിപ്രായമെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ നിന്നിരുന്ന 70ഓളം ശത്രുക്കൾ, 70ഓളം ഹബീബായ നബി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരും അല്ലാത്തവരുമൊക്കെ അവരുടെ ജീവൻ വന്നു, പകുതി ഇങ്ങോട്ട് പുറത്തേക്ക് ജീവൻ വന്നു. ഏതായാലും അവരെ വിട്ടയക്കാൻ, ഫിദിയ വാങ്ങി വിട്ടയക്കാൻ തീരുമാനിക്കുകയാണ്. പിന്നെ അവിടെ നടന്ന സംഭവങ്ങൾ അതിരസകരമായ മഹാനായ റസൂലുള്ളാഹിൻ്റെ എളാപ്പയൊക്കെ തടവിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അടുത്ത എപ്പിസോഡിൽ